എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധിച്ച് KSEBയുടെ അറിയിപ്പ് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കണക്ഷനുകളെല്ലാം പ്രീപെയ്ഡ് സംവിധാനത്തിലേക്ക് മാറ്റുന്ന നടപടികൾ പൂർത്തിയായി. ഇതോടെ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 1,35,000-ലധികം ഉപഭോക്താക്കളാണ് പ്രീപെയ്ഡ് ബില്ലിംഗിലേക്ക് മാറുന്നത്. KSEB ആസ്ഥാനമായ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ സെന്റർ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സർക്കാർ ഓഫീസുകൾക്ക് പുറമെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിക്കൽ ഡിവിഷൻ അതിർത്തികൾ, സബ്സ്റ്റേഷൻ ഫീഡറുകൾ, ഹൈടെൻഷൻ ഉപഭോക്താക്കൾ എന്നിവർക്കും സ്മാർട്ട് മീറ്ററുകൾ നൽകുന്നുണ്ട്. നിലവിൽ എല്ലാ ലോ ടെൻഷൻ സർക്കാർ കണക്ഷനുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആകെ 1,72,697 കണക്ഷനുകൾ ഇതിനകം സ്മാർട്ട് മീറ്ററുകളിലേക്ക് മാറി. മുഴുവൻ ഫീഡറുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് നാഷണൽ ഫീഡർ മോണിറ്ററിംഗ് NFMS സിസ്റ്റത്തിലേക്ക് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ പോസ്റ്റ്പെയ്ഡ് രീതി തുടരും. എന്നാൽ സ്മാർട്ട് മീറ്ററിൽ നിന്നും ലഭിക്കുന്ന മീറ്റർ റീഡിംഗ് ഡാറ്റ ബില്ലിങ്ങിന് ഉപയോഗിക്കും. ആദ്യഘട്ട നടപടികൾ പൂർത്തിയാകുന്ന മുറക്ക് ഇവയും പ്രീപെയ്ഡിലേക്ക് മാറ്റുന്നതാണ്. സ്മാർട്ട് മീറ്റർ ഉപഭോക്താക്കൾക്ക് ബാലൻസ് പരിശോധിക്കുന്നതിനും റീചാർജ് ചെയ്യുന്നതിനുമായി cportal.kseb.in എന്ന വെബ്സൈറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ KSEB Plus എന്ന മൊബൈൽ ആപ്ലിക്കേഷനും വൈകാതെ ലഭ്യമാകുന്നതാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ടോട്ടക്സ് മാതൃക പിന്തുടർന്നപ്പോൾ ഉപഭോക്താക്കളിൽ നിന്നും ഉയർന്ന നിരക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കാൻ കേരളം സ്വന്തമായി ബദൽ മാതൃക തയ്യാറാക്കുകയായിരുന്നു. 15% കേന്ദ്ര സഹായം ലഭിക്കുന്ന ടോട്ടസ് മാതൃക അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ ബദൽ രീതിയിലൂടെ കേരളത്തിന് സാധിച്ചു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2026 ആഗസ്റ്റ് മാസത്തോടു കൂടി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇസ്ക്രാമെക്കോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഈസിയ സോഫ്റ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ കരാർ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. റീചാർജ് ചെയ്യേണ്ടി വരും. ഇത് നടപ്പിലാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, അതായത് കൂടുതൽ വൈദ്യുതി ബില്ല് വരുന്ന 3 ഫേസ് കണക്ഷൻ ഉള്ള ഉപഭോക്താക്കൾക്കെല്ലാം ഇതിനകം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ബാലൻസ് പരിശോധിക്കാനും KSEB Plus ആപ്പിലൂടെ സാധിക്കും. ആപ്പ് ഉടൻ പുറത്തിറങ്ങും. www.cportal.kseb.in എന്ന വെബ്സൈറ്റിലും ഇത് സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.